ഒരു കളി കൂടെ കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. ഒന്നെങ്കിൽ ഫ്രാൻസ്, അല്ലെങ്കിൽ ഫ്രാൻസിനെ പിടിച്ചുകെട്ടാൻ ശേഷിയുള്ളവർ. അവർക്കുള്ളതാണ് ഈ ലോകകപ്പ്. ഓരോ കളി കഴിയുന്തോറും ഫ്രാൻസ് മുറുകുകയാണ്. ഒരു ടീമെന്ന നിലയിൽ കൂടുതൽ കൂർപ്പാവുകയാണ്. ജയിക്കണമെന്നുള്ള ത്വര എല്ലാവരുടെയും കാലുകളിൽ വെടിമരുന്ന് പോലെ പ്രവർത്തിക്കുകയാണ്. ഒരിക്കൽ പോലും അവർ വിറച്ചു നിൽക്കുന്നില്ല. ഇത് ഞങ്ങൾക്ക് തീർക്കാവുന്ന കളിയേ ഉള്ളൂ എന്ന ബോധ്യം അവരിൽ ഓരോ കളി കഴിയുന്തോറും പ്രബലമാവുകയാണ്. എംബാപ്പെ എന്ന അഗ്നിപർവ്വതം. കാലിൽ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമാണ് കിലിയൻ എംബാപ്പെ. ഏത് അസാധ്യമായ കോണിൽ നിന്നും അത് സംഭവിക്കാം. കളി തുടങ്ങി ആദ്യത്തെ മിനിറ്റ് മുതൽ ആ കാലുകൾ മുരളുകയായിരുന്നു. ആദ്യ പകുതിയിൽ പെനാൽറ്റി മിസ്സാക്കുക കൂടി ചെയ്തപ്പോൾ പൊട്ടിത്തെറി അനിവാര്യമാവുകയും കാലുകൾ കാഞ്ചി വലിച്ച തോക്കാവുകയും ചെയ്തു. കളി 60-ാം മിനിറ്റിലേക്ക് എത്തിയപ്പോൾ വെടിയുണ്ട പോലെ വലത്തുളച്ച ഷോട്ടിലൂടെ മാത്രമേ മൊറോക്കോക്ക് പന്തിൽ നിന്നും കണ്ണെടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. തൊട്ടുപിന്നാലെ ഡെംബല കൂടി ഒരു തവണ നിറയൊഴിച്ചപ്പോൾ തിരിച്ചുവരവ് ഇല്ലാത്ത വിധം മൊറോക്കോ വീണു. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ഒരിക്കൽ കൂടി ഫ്രാൻസ് മൊറോക്കോയെ ലോകകപ്പിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഇതോടെ അവസാനത്തെ ആഫ്രിക്കൻ പതാകയും ടൂർണമെന്റിൽ നിന്നും അയച്ചു മാറ്റപ്പെട്ടു. തുടർച്ചയായ 3-ാം തവണയും ഫ്രാൻസ് ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഒന്നല്ലെങ്കിൽ ഫ്രാൻസ്, അല്ലെങ്കിൽ ഫ്രാൻസിനെ പിടിച്ചുകെട്ടാൻ ശേഷിയുള്ളവർ. അവർക്കുള്ളതാണ് ഈ ലോകകപ്പ്. മൊറോക്കോക്കെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം ഫുട്ബോൾ ലോകം ഏറെ ആകാംക്ഷയോടെയായിരുന്നു ഉറ്റുനോക്കിയിരുന്നത്. കളത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ തന്നെയായിരുന്നു. എന്നാൽ മത്സരത്തിന്റെ ആദ്യ പകുതി അദ്ദേഹത്തിന് കടുത്ത നിരാശയാണ് സമ്മാനിച്ചത്. ടീമിനെ മുന്നിലെത്തിക്കാൻ ലഭിച്ച സുവർണാവസരമായ പെനാൽറ്റി എംബാപ്പെ നഷ്ടപ്പെടുത്തി. ഇതിനു പുറമെ ലഭിച്ച മറ്റു ചില മികച്ച ഷൂട്ടിംഗ് അവസരങ്ങളും ലക്ഷ്യത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ എംബാപ്പയുടെ ഫോമിനെ കുറിച്ച് ആരാധകർക്ക് പോലും കടുത്ത ആശങ്ക തോന്നി തുടങ്ങിയിരുന്നു. കളത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് പലരും കരുതി. എന്നാൽ ലോകോത്തര കളിക്കാർ തങ്ങളുടെ തിരിച്ചുവരവ് എപ്രകാരമായിരിക്കണമെന്ന് എപ്പോഴും തെളിയിക്കാറുണ്ട്. 2-ാം പകുതിയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു എംബാപ്പയെയാണ് കളത്തിൽ കണ്ടത്. ആദ്യ പകുതിയിലുണ്ടായിരുന്ന എല്ലാ പിഴവുകളും മറന്നുകൊണ്ട് തൻ്റെ വിമർശകർക്കുള്ള കൃത്യമായ മറുപടി അദ്ദേഹം നൽകി. അതിമനോഹരമായ ഒരു വണ്ടർ ഗോളിലൂടെ എംബാപ്പെ കളത്തിലേക്ക് ഗംഭീരമായി തിരിച്ചെത്തി. മൊറോക്കൻ പ്രതിരോധത്തെയും ഗാലറിയെയും ഒന്നടങ്കം അമ്പരപ്പിച്ച ആ അത്ഭുത ഗോൾ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ആദ്യ പകുതിയിലെ കടുത്ത നിരാശയിൽ നിന്ന് ഇത്രയും മനോഹരമായ ഒരു ഗോളിലൂടെ തിരിച്ചു വന്നത് അദ്ദേഹത്തിന്റെ പ്രതിഭയും അസാമാന്യമായ മാനസിക കരുത്തുമാണ് വ്യക്തമാക്കുന്നത്. എത്ര വലിയ തിരിച്ചടികൾ നേരിട്ടാലും ഒരു നിമിഷത്തെ മാന്ത്രിക കൊണ്ട് കളി തിരികെ പിടിക്കാൻ അയാൾക്ക് കഴിയുമെന്ന് ഒരിക്കൽ കൂടി എംബാപ്പെ തെളിയിക്കുകയാണ്. എംബാപ്പയുടെ ഈ സമാനതകളില്ലാത്ത തിരിച്ചുവരവ് ഫുട്ബോൾ ആരാധകർക്ക് എക്കാലവും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു മികച്ച അനുഭവമായിരുന്നു.